ഹായ് നമസ്കാരം ഏവർക്കും PSC ക്ലൈംബറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 നടന്ന ഒരു LDC ലെവലുള്ള എക്സാം ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 052 ആണ് കേട്ടോ. 052 2024 ആണ്. അതായത് നമ്മുടെ ഫീമെയിൽ വാർഡൻ ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ് അങ്ങനെ കുറച്ച് പോസ്റ്റിലേക്ക് നടന്നിട്ടുണ്ടായിരുന്ന ഒരു എക്സാം ആണ്. അപ്പോൾ 10th ലെവൽ ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നമ്മുടെ LD ക്ലർക്കിന് വരാൻ സാധ്യതയുള്ള കുറേ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പോർഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പം ഒരുപാട് ഇനി എന്താ പറയുന്നില്ല, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ ഭാഗങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഏതെങ്കിലും പോയിന്റുകൾ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് എഴുതി ചേർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് 1, 2, 4 ഇത് മാത്രമാണ് ശരി വരുന്നത്. അപ്പൊ അത് പഠിച്ചു വെച്ചേക്കാം. 1 എന്ന് പറയുന്നത് എന്താണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ കൃതി ഏതാണ്? ആത്മോപദേശ ശതകം. ഇത് PSC തിരിച്ചും ചോദിച്ചിട്ടുണ്ട്. ആത്മോപദേശ ശതകം ആരുടെ കൃതിയാണെന്നുള്ളത്. അപ്പൊ ഓർത്ത് വെച്ചേക്കുക, ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് ആത്മോപദേശ ശതകം. അടുത്തത് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണ്? വേദാധികാര നിരൂപണമാണ്. വേദാധികാര നിരൂപണം ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെ തന്നെയാണ്. സോ അത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. അതേപോലെ പിന്നെ പറഞ്ഞത് ഏതാണ്? നാലാമത്തത് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദന്റെ കൃതിയാണ് ഏത്? അഭിനവ കേരളം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള 3 എന്താണ്? ശരിയാണ്. അപ്പൊ ശരിയായതുള്ള ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം, പിന്നെയോ ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം, വാഗ്ഭടാനന്ദൻ അഭിനവ കേരളം. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? വൈകുണ്ഠ സ്വാമികളുടെ ആണ് പ്രാചീന മലയാളം എന്നാണ്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണോ? അല്ല, തെറ്റാണ്. പ്രാചീന മലയാളം ആരുടെയാണ്? അതും ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതിയാണ് പ്രാചീന മലയാളം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഓരോരുത്തരുടെയും ശ്രീനാരായണ ഗുരുവിന്റെ, ചട്ടമ്പി സ്വാമികളുടെ, വൈകുണ്ഠ സ്വാമികളുടെ ഒക്കെ കൃതികൾ ഇവിടെ പഠിച്ചു വെച്ചേക്കുക. അടുത്ത നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 1ാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുംപടി ചേർക്കുക. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് കാൺപൂരിൽ ആരായിരുന്നു? നാനാ സാഹിബാണ്. ഒരുപാട് തവണ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബീഹാറിൽ ആരായിരുന്നു? കൻവർ സിംഗ് ആണ്. ബീഹാറിൽ കൻവർ സിംഗ് ആണ്. പിന്നെ ഡൽഹിയിൽ ആരാണ്? ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമനാണ്. ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമനാണ്. അതേപോലെ ഝാൻസിയിൽ ആരാണ്? റാണി ലക്ഷ്മി ഭായി ആണ്. ചാൻസ് എന്തായാലും നമുക്ക് കിട്ടും, റാണി ലക്ഷ്മി ഭായി ആണെന്നുള്ളത്. പിന്നെന്താണ്? ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ. ഡൽഹിക്ക് ബഹദൂരം പോണം എന്നൊക്കെ ഓർത്ത് വെച്ചേക്കല്ലേ, ബഹുദൂരം പോണം എന്നതിൽ നിന്നൊന്ന് കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. പിന്നെ എന്താണ്? ബീഹാറില് കൻവർ സിംഗ്. ബീഹാറിൽ കൻവർ സിംഗ്. അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലും നമ്മൾ ഈ ഒരു എന്താ പറയാ, ലാഹോർ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു അല്ലെ. അപ്പം ഒന്ന് നോക്കിക്കേ, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 4/5/2024 അതായത് 4/5/2024 നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണിത്. 5ാം മാസം നടന്നാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം 7ാം മാസം ഒരു പരീക്ഷ നടത്തിയപ്പോഴും PSC എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ലാഹോർ സമ്മേളനത്തിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് പറയുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്കത് ഗുണം ചെയ്യും എന്നുള്ളത്. അപ്പൊ ഇവിടെ ഇതാണ് പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റ് ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? യെസ്, ഓപ്ഷൻ സി ആണ്. ലാഹോർ സമ്മേളനമാണ്. അപ്പോൾ പഠിച്ചു വെച്ചേക്കുക, ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത്. 1930 ജനുവരി 26 ഏതാണ്? 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചത്. പിന്നെയോ ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റ് ആയതും ഈ ഒരു ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ്. 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം.
ചൈനയെ ആധുനീകരിക്കാൻ സൻ യാത് സെൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. അതായത് മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക, ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക, മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക. അപ്പോൾ ചൈനയെ ആധുനീകരിക്കാൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്തൊക്കെയാണ്? മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക, ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക, മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്തുക. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് ആദ്യം നടക്കുന്ന ഏതാണ്? ബോസ്റ്റൺ ടീ പാർട്ടി ആണ്. രണ്ടാമത് നടക്കുന്നതോ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ആണ്. പിന്നെ അടുത്ത ഏതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. നാലാമത് നടക്കുന്നതാണ്, അതായത് ഈ പറഞ്ഞിരിക്കുന്നതിൽ നാലാമത് വരുന്നതാണ് ഇത് പാരീസ് ഉടമ്പടി. സോ ബോസ്റ്റൺ ടീ പാർട്ടി, പിന്നെയോ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, അതേപോലെ പാരീസ് ഉടമ്പടി. സോ ഇവിടെ ഞാൻ അതിന്റെ ഇയറും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതുകൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ആദ്യത്തെ നമ്മൾ പറഞ്ഞു ബോസ്റ്റൺ ടീ പാർട്ടി ആണെന്ന്. അതിന്റെ ഇയർ വരുന്നത് 1773 ആണ്. 1773 ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. ദെൻ അടുത്ത രണ്ടാമത് വരുന്ന ഏതാണ്? ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, വർഷം 1774 ആണ്. മൂന്നാമത് വരുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, വർഷം 1776 ആണ്. ലാസ്റ്റ് പാരീസ് ഉടമ്പടി 2015 ആണ്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഉത്തരാഖണ്ഡ് ആണ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് എന്താണ്? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. ഏറ്റവും കൂടുതൽ ഉള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലെ, ആ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഭൂമിയുടെ കാലാവസ്ഥയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, CO2 ആണ്. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം ഏത്? ഇതൊക്കെ ഒരുപാട് തവണ PSC റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആൻസർ വരുന്നത് പശ്ചിമ അസ്വസ്ഥതയാണ്. അപ്പോൾ പശ്ചിമ അസ്വസ്ഥത മൂലമാണ് ഇന്ത്യയിലെ ശൈത്യകാലത്ത്, കാലം നോട്ട് ചെയ്യണേ, ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നത്. അടുത്തത് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദനത്തെ സംബന്ധിച്ചു ശരിയായ പ്രസ്താവന ഏത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. ഇതൊക്കെ എന്താണ്? SCRT പോയിന്റുകളാണ് കേട്ടോ. അപ്പൊ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ്? മുംബൈ ഹൈ ആണ്. ഇനി അടുത്തത് പത്താമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക. SCRT-യിലുണ്ട്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്, ദേശീയ ജലപാത 3 ആണ്. ഇനി അടുത്ത 11ാമത്തെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ഏത്? കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ഓപ്ഷൻ എ ആണ്, പാലക്കാടും ഇടുക്കിയിലും എന്തില്ല? കണ്ടൽ വനങ്ങളില്ല. ഓർത്തു വെച്ചോണം, കണ്ടൽ വനങ്ങൾ എവിടെയൊക്കെ ഇല്ല? പാലക്കാടും ഇടുക്കിയിലും ഇല്ല. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ, 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഫിൻലാൻഡ് ആണ് കേട്ടോ. അപ്പം 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഫിൻലാൻഡ് ആണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയും ആയി സംയോജിപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. അതായത് ആഗോളവൽക്കരണം. ഇതൊക്കെ നമ്മൾ എക്കണോമിക്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. എക്കണോമിക്സിന്റെ SCRT സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് ഇതുവരെ 2021 തൊട്ട് 24 വരെ ആ ഒരു എക്കണോമിക്സിൽ നിന്ന് PSC ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ ഒരു ക്ലാസ്സും ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ആക്കി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ആവശ്യമുള്ളവർ കാണുക. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു? ആരുടെയാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, PC മഹലനോബിസ്. അതുകൊണ്ട് തന്നെ മഹലനോബിസ് മോഡൽ എന്നാണ് അല്ലെ അറിയപ്പെടുന്നത്. അത്
15ാമത്തെ ക്വസ്റ്റ്യൻ 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ന്യൂഡൽഹിയിലാണ് നീതി ആയോഗിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ ക്വസ്റ്റ്യനിൽ നിന്ന് പഠിച്ചേക്കുക. അത് നിലവിൽ വന്നത്, നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജാനുവരി 1 എന്നുള്ളതും കൂടെ ഓർത്തു വെച്ചേക്കുക. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ, മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, അല്ലേ? പെട്രോളിയം ആണ്. ഓർത്ത് വെച്ചേക്കുക, മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? പെട്രോളിയം ആണ്. പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഇ ആണ്, സെബി ആണ്. സെബി ആണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? അപ്പൊ ലോകബാങ്കിന്റെ സഹായത്തോടെയാണ് എന്നുള്ള കാര്യം ഓർക്കുക. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സ്കൂൾ വിദ്യാഭ്യാസമാണ്. സോ ഇന്ത്യയിൽ ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണ്? അല്ലെ തിരിച്ചും ചോദിക്കാം, സ്റ്റാർസ് പ്രോജക്റ്റിന് ഏത് ബാങ്കാണ് ധനസഹായം നൽകുന്നത് എന്നുള്ള രീതിയിലും ചോദിക്കാം. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ, അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഡാഷിന്റെ ലക്ഷ്യം. ഏതിന്റെ ലക്ഷ്യമാണ്? ഓപ്ഷൻ ബി ആണ്, ലൈഫ് മിഷൻ പദ്ധതിയുടെ ലക്ഷ്യം, അല്ലെ? 20, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ്? ഏത് കേസിലാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, കേശവാനന്ദ ഭാരതി കേസിലാണ്. അപ്പോൾ പഠിച്ചു വെച്ചേക്കുക, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി കേസിലാണ്. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, PK തുങ്കൻ കമ്മിറ്റിയാണ്. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് കണ്ടെത്തുക. ഇതൊക്കെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആ ഒരു സീരീസിൽ 2024 കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യന്റെയും ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെ? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, അതിർത്തി നിർണയ കമ്മീഷൻ ആണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ഗവർണർ. 24ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്? ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ SCERT പഠിച്ചിട്ടുണ്ട്, അല്ലെ? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മഹാരാഷ്ട്ര, കർണാടകം, ബീഹാർ. നമ്മളവിടെ പഠിച്ചു 6 സ്റ്റേറ്റ്സും ഉണ്ട്, അതേപോലെ ഒരു യൂണിയൻ ടെറിട്ടറിയിലും ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അടുത്തത് 25ാമത്തെ ക്വസ്റ്റ്യൻ, തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഏത് കൃതിയിൽ നിന്നാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത്? ഏതിൽ നിന്നാണ്? നമ്മൾ ക്ലാസ്സിൽ ഇതും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെ? കറക്റ്റ് ആൻസർ വരുന്നത് മെഷീനറി ഓഫ് റെപ്രസെന്റേഷൻ ആണ്. അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ, നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്ന്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 2023 സെപ്റ്റംബർ 28 ആണ്. അപ്പൊ സെപ്റ്റംബർ 28 ആണെന്ന് നോട്ട് ചെയ്തോണേ. ഇത് എന്താണ്? രാഷ്ട്രപതി സൈൻ ചെയ്തത്. അടുത്ത, ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, CISF. CISFനാണ് ഇന്ത്യയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ സുരക്ഷാ ചുമതല ഉള്ളത്. അടുത്തത്, കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ നൽകുന്ന പദ്ധതിയാണ്. ഏത് പദ്ധതിയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, നവജീവൻ പദ്ധതി. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത്? വർദ്ധിപ്പിച്ച തുകയാട്ടോ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 22 രൂപയാണ്.
ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനവുമായി ശ്രീ കുമാര ഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കറിയാം, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ്, പ്രത്യക്ഷ രക്ഷാ ദേവസഭയാണ്. അടുത്ത, ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ചേറ്റൂർ ശങ്കരൻ നായരാണ് ഗാന്ധിജിയും അരാജകത്വവും എന്ന ആ ഒരു ഗ്രന്ഥം എഴുതിയത്. ഗാന്ധി ആൻഡ് അനാർക്കി എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ, 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. 33ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, അനുച്ഛേദം 243H. അപ്പൊ ഓർത്ത് വെച്ചോണം, 243H പ്രകാരമാണ് ഗ്രാമസഭകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനുമുള്ള അധികാരം നൽകുന്നത്. 34ാമത്തെ ക്വസ്റ്റ്യൻ, 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ആരോഗ്യ കിരണമാണ്. 18 വയസ്സിൽ താഴെയുള്ളത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, പെരിയാർ കടുവ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലകളിലായിട്ടാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഇടുക്കിയും പത്തനംതിട്ട. അപ്പം പെരിയാർ കടുവ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലയിലായിട്ടാണ്? ഇടുക്കിയും പത്തനംതിട്ടയുമാണ്. 36ാമത്തെ ക്വസ്റ്റ്യൻ, രോഗത്തിന്റെ പേരും അതിന്റെ കാരണവും താഴെ തന്നിരിക്കുന്നതിൽ ശരിയായവ ഏതൊക്കെ? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഒന്ന് മാത്രമാണ് ശരി. അതായത് നിശാന്തത എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുന്നു. ഇതൊക്കെ SCERT പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. നിശാന്തത എന്ന് പറയുന്ന രോഗം വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്നതാണ് എന്നുള്ളത് പഠിച്ചു വെച്ചേക്കുക. 37ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹമാണ്. ഇത് ഒരുപാട് തവണ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇരുമ്പാണ് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിട്ടുള്ള ലോഹം. അടുത്ത, എലിപ്പനിക്ക് കാരണമാവുന്ന സൂക്ഷ്മജീവി. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ലെപ്റ്റോസ്പൈറയാണ് കേട്ടോ. ലെപ്റ്റോസ്പൈറയാണ് എലിപ്പനിക്ക് കാരണമാവുന്ന സൂക്ഷ്മജീവി. അടുത്ത 39ാമത്തെ ക്വസ്റ്റ്യൻ, ലോക ആരോഗ്യ ദിനം 2024 പ്രമേയം. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, എന്റെ ആരോഗ്യം എന്റെ അവകാശം. അപ്പൊ ഇത് 2024 തീമാണ് കേട്ടോ, 2024 തീമാണ്. അടുത്ത 40ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾ ഏതാണ്? ഒന്ന്, ഫാറ്റി ലിവർ എന്താണ്? ജീവിതശൈലി രോഗമാണ് അല്ലെ. അപ്പോ അതേപോലെ തന്നെ പിന്നെ ഇവിടെ തന്നിട്ടുള്ളതിൽ എംഫസീമയും എന്താണ്? ജീവിതശൈലി രോഗമാണ്. ഹീമോഫീലിയ അല്ല, ജനിതക രോഗമാണ്. സിക്കിൾ സെൽ അനീമിയയും ജനിതക രോഗമാണ്. അപ്പോൾ 1ഉം 2ഉം കറക്റ്റ് വരുന്നത് ഓപ്ഷൻ എ ആണ്. സോ ഓർത്ത് വെച്ചേക്കുക, എംഫസീമയും അതേപോലെ തന്നെ ഫാറ്റി ലിവറുമാണ് ജീവിതശൈലി രോഗങ്ങൾ. അടുത്തത്, വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ്സ് ഏതാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, BS6 ആണ്. അടുത്തത്, താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റിക്ക് എന്ത് മാറ്റം സംഭവിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, കുറയുന്നു. സോ ഓർത്ത് വെച്ചേക്കുക, ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി എന്ത് ചെയ്യുന്നു? വിസ്കോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. 43ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് തന്നിട്ടുള്ളതെല്ലാം വർക്കിന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, W=P×T. ഇതെല്ലാം നമ്മുടെ SCERT പാഠപുസ്തകങ്ങളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഫിസിക്സിന്റെ ഒക്കെ 1ാമത്തെ ചാപ്റ്ററിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അടുത്തത്, DigiDog എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, അമേരിക്കയാണ്. ഇനി അടുത്തത്, 50 കിലോഗ്രാം മാസ് ഉള്ള ഒരു കല്ലും 4.5 കിലോഗ്രാം മാസ് ഉള്ള ഒരു കല്ലും 25 മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഒരുമിച്ച് താഴേക്ക് ഇടുന്നു. ഏത് കല്ലായിരിക്കും ആദ്യം താഴെ എത്തുക? ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നമ്മൾ പാഠപുസ്തകത്തിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്താണ്? രണ്ടും ഒരുമിച്ച് എത്തും അല്ലെ. വായുവിന്റെ പ്രതിരോധം അവഗണിക്കുക എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണ്? വെയിറ്റ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്.
46ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഋതു കരിതാൾ ആണ്. അപ്പൊ ഋതു കരിതാൾ ആണ് ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആനോഡൈസിംഗ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, അലൂമിനിയത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ആനോഡൈസിംഗ് എന്നുള്ള പ്രോസസ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. 48ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് pH മൂല്യത്തിലാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആപ്പറ്റൈറ്റ് നാശത്തിന് വിധേയമാകുന്നത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, pH <5.5 ആണ്. 49ാമത്തെ ക്വസ്റ്റ്യൻ, ആവർത്തന പട്ടികയിൽ ഇടത് നിന്ന് വലത്തേക്ക് പോകുമ്പോൾ, അതായത് പീരീഡിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്, ഇടത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? അല്ല, തെറ്റാണ്. ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കുറയുകയാണ് ചെയ്യുന്നത് അല്ലെ. കാര്യം അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും എന്താണ്, ആറ്റത്തിന്റെ വലിപ്പം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ന്യൂക്ലിയേഴ്സ് ഉള്ള ഇലക്ട്രോണെയൊക്കെ ഹൈലി അട്രാക്ട് ചെയ്ത് പിടിച്ചേക്കുമായിരിക്കും. അടുത്തത് 50ാമത്തെ ക്വസ്റ്റ്യൻ, ഓക്സിജൻ മൂലകത്തിന്റെ രൂപാന്തരങ്ങൾ ഏവ? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, O2, O3 ആൻഡ് O4. അതായത് ഡൈ ഓക്സിജൻ ഉണ്ട്, ട്രൈ ഓക്സിജൻ അല്ലെങ്കിൽ എന്താണ് ഓസോൺ ഉണ്ട്, അതേപോലെ തന്നെ ടെട്രാ ഓക്സിജൻ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ദ്രാവക അവസ്ഥയിലുള്ള അലോഹം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ബ്രോമിൻ ആണ് ദ്രാവക അവസ്ഥയിലുള്ള അലോഹം. 52ാമത്തെ ക്വസ്റ്റ്യൻ, ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം ഏത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, കൊടിയേറ്റം. സോ കൊടിയേറ്റത്തിലാണ് ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായിട്ട് വരുന്നത്. 53ാമത്തെ ക്വസ്റ്റ്യൻ, ഭാരത പര്യടനം ഏത് വിഭാഗത്തിൽ പെടുന്ന കൃതിയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, സാഹിത്യ വിമർശനമാണ്. 54ാമത്തെ ക്വസ്റ്റ്യൻ, പ്രസിദ്ധമായ മാരാമൻ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, പമ്പാ നദിയുടെ തീരത്താണ് മാരാമൻ കൺവെൻഷൻ നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്ലാൻസ് ഡാം എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. 56, 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്ക്? കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, പ്രഭാവർമ്മയ്ക്കാണ് 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത്. 57ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം ഏത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഹിമപ്പുലിയാണ്. സോ ഹിമപ്പുലിയാണ് 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം. 58ാമത്തെ ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ഇത് ആരുടെ വരികളാണ്? വളരെ ഫേമസ് ആയിട്ടുള്ള വരികളാണ് അല്ലെ. ആരുടെയാണ്? കുമാരനാശാന്റെ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. 59ാമത്തെ ക്വസ്റ്റ്യൻ, ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മാക്കോക്സ് ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 60ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. താഴെ പറയുന്നതിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏത്? ഏതാണ്? സഫാരി ആണ് സെർച്ച് എഞ്ചിൻ അല്ലാത്ത. ബാക്കി യാഹു, ബിങ്, ആസ്ക് ഇതെല്ലാം എന്താണ്? സെർച്ച് എഞ്ചിനുകളാണ്. 61ാമത്തെ ക്വസ്റ്റ്യൻ, പ്രോമിന്റെ പൂർണ്ണ രൂപം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്ത വർഷം ആണ്. 62ാമത്തെ ക്വസ്റ്റ്യൻ, കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, 2008 ലാസ്റ്റ് ഭേദഗതി ചെയ്തത്. 63, താഴെ പറയുന്നതിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് ശരിയല്ലാത്തത് ഏത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, കൂടിയ ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസ് ഉണ്ട് എന്നുള്ള പ്രസ്താവനയാണ് ശരിയല്ലാത്തത്. 64ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫയലുകൾ, രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുടെയും പരിശോധനയ്ക്കുള്ള അവകാശം എന്താണ്? ഒഴിവാക്കിയിട്ടില്ല. അടുത്ത 65ാമത്തെ ക്വസ്റ്റ്യൻ, പോക്സോ നിയമം 2012 എത്ര വകുപ്പുകളാണുള്ളത്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 46 വകുപ്പുകളാണുള്ളത്. 66ാമത്തെ ക്വസ്റ്റ്യൻ, ഗാർഹിക പീഡന നിരോധന നിയമം 2005 വകുപ്പ് 2B പ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തി. അതായത് ഗാർഹിക പീഡന നിരോധന നിയമം അനുസരിച്ചാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്, 18 വയസ്സിൽ താഴെയുള്ള വ്യക്തി. 67ാമത്തെ ക്വസ്റ്റ്യൻ, SC ST വിഭാഗങ്ങൾക്കെതിരായ
അക്രമ നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയത് ഏത് വർഷമാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1989. 68ാമത്തെ ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്താവിന്റെ അവകാശം അല്ലാത്തത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശം. ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശം. അപ്പൊ ഏതൊക്കെയാണ് അവകാശങ്ങൾ? കേൾക്കുവാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശമുണ്ട്, തിരഞ്ഞെടുക്കുവാനുള്ള അവകാശമുണ്ട്. 69, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ്. 70ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആര്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ശ്രീ BS മാവോജിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് 70 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു GK പ്ലസ് സയൻസ് പ്ലസ് കറണ്ട് അഫയേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.